ഓക്കെ യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കമൻറ്റ് റിപ്ലൈ വീഡിയോ ആണ്. പഴയ ചാനലിൻ്റെയും ഈ ചാനലിൻ്റെയും താഴെ വന്നിട്ടുള്ള കുറേ റാൻഡം കമൻറ്റൊക്കെ എടുത്തിട്ട് അതിലുള്ള സൈക്കോളജി ഡൗട്ടൊക്കെ നോക്കിയിട്ട് അതിൻ്റെ റിപ്ലൈ ആയിട്ട് പറഞ്ഞുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലെങ്തി ആയിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ബേസ് ചെയ്തുള്ള വീഡിയോ അല്ല, പല പല ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് സംസാരിച്ചു. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കമൻറ്റ്, ബ്രോ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു ഗേളിനെ ആദ്യമായിട്ട് മിണ്ടി പ്രപ്പോസ് ചെയ്യും? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എപ്പോഴും ചോദിക്കത്തില്ലേ എങ്ങനെ ഒരു ഗേളിനെ ഇങ്ങോട്ട് ചേസിപ്പിക്കണം ഇങ്ങോട്ട് ചേസിപ്പിക്കണമെന്ന്. സിമ്പിൾ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മെനക്കെട്ടേ പറ്റത്തുള്ളൂ വാല്യൂ കൂട്ടാൻ വേണ്ടി. ഓൺലൈനിലായാലും ഏതിപ്പോൾ ഇൻസ്റ്റ അല്ല ഫേസ്ബുക്ക് ഏതായാലും ഓൺലൈനായിട്ട് ചെല്ലുന്നതും ഓഫ്ലൈനായിട്ട് ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യാൻ ചെന്നാലും നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിലാണുള്ളത്. ഓക്കെ, ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങളുടെ വാല്യൂ ഇല്ല ഒരു കളി നടക്കത്തില്ല. വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ വരും ഇങ്ങോട്ട്. അതായത് ഒരു ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കണം, അട്രാക്ഷൻ്റെ ഹ്യൂമൻ ബിഹേവിയർ. ഒരു കോൺവെർസേഷനിൽ ഹൈ വാല്യൂ ആയിട്ട് നിൽക്കുമ്പം ഓപ്പോസിറ്റ് ജെൻഡർ നമ്മളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മളായാലും ഇങ്ങനെ തന്നെ. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു നിങ്ങളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് 2 മെസ്സേജ് വന്നു. ഓക്കെ, ഒന്ന് ഭംഗിയുള്ള പെണ്ണ്, ഒന്ന് ഭംഗിയില്ലാത്ത പെണ്ണ്. നിങ്ങൾ ആരോട് മിണ്ടും? ഓക്കെ, ആ ഭംഗിയില്ലാത്ത പെണ്ണ് ലോകത്തിലെ ഏറ്റവും നല്ല കോമഡി പറഞ്ഞാലും നിങ്ങളോട് ഇൻട്രസ്റ്റ് കാണിച്ചാലും നിങ്ങളെത്ര ചിരിപ്പിക്കാൻ നോക്കിയാലോ അല്ലെങ്കിൽ എത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള ഫ്ലിർട്ട് ചെയ്താലും നിങ്ങൾക്ക് ഒന്നും തോന്നത്തില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വാല്യൂ ഇല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നെക്കാളും ലോയർ വാല്യൂ പെണ്ണ്, ഇവളെന്തോ ഇങ്ങനെ വേണ്ടത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റേ വരത്തില്ല, എക്സൈറ്റ് തോന്നത്തില്ല. ഓക്കെ, നേരെ മറിച്ച് നിങ്ങളെക്കാളും ലുക്കുള്ള ഒരു പെണ്ണ്, ഓക്കെ, നിങ്ങളുടെ അത്രയെങ്കിലും ലുക്കുള്ള പെണ്ണാണെങ്കിൽ നിങ്ങൾക്ക് അവരെ ഹൈ വാല്യൂ തോന്നും. അപ്പോൾ കോൺവെർസേഷനിൽ അവരാണ് ഹൈ വാല്യൂ, നിങ്ങൾ നോക്കുമ്പോൾ അവരാണ് ഹൈ വാല്യൂ. അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അവരെങ്ങനെയും ഇമ്പ്രസ് ചെയ്യണം. ഓക്കെ, അവരെങ്ങനെയും ചിരിപ്പിക്കണം. ഓക്കെ, അവർ കോമഡി പറഞ്ഞാൽ ചിരിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പോൾ ആ ഒരു ഭംഗിയുള്ളൊരു ഗേൾ വന്ന് മൊക്ക കോമഡി, ഓക്കെ, അതായത് ഒന്നിനും കൊള്ളാത്തൊരു ചളി കോമഡി അടിച്ചാലും നിങ്ങൾ ചിരിച്ചു. ഓക്കെ, ഞാനും ഇങ്ങനെ തന്നെ. അതായത് നമുക്ക് അതൊരു വിലയുള്ള സാധനമായിട്ട് തോന്നും. ഓക്കെ, എന്നോട് കോമഡി പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് അവൈലബിലിറ്റി തരുന്നുണ്ട്, കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സന്തോഷമാവും. നമ്മളോട് കോമഡി പറയുമ്പം നമ്മളെ കളിയാക്കിയാലും നമുക്ക് സന്തോഷമാവും. ചിലപ്പോൾ നമ്മളെ കളിയാക്കിയാൽ നമുക്ക് ഇച്ചിരി ദേഷ്യം വന്നാലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഹയർ വാല്യൂ. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അവരെ ഇമ്പ്രസ് ചെയ്യണം, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല, അവരെ ഒഴിവാക്കാൻ പാടില്ല. ഒഴിവാക്കി അവർ വിട്ടുപോയാലോ, ഓക്കെ, അവരെ റെസ്പെക്റ്റ് ഇല്ലാതെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല, അവർ വിട്ടുപോയാലോ എന്നൊരു പേടിയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഗേൾസിനെ നോക്കിയാൽ മതി. ഗേൾസ് ഭയങ്കര സ്മാർട്ടായിട്ട് ഈഗോ കാണിക്കുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ ചില ആണുങ്ങളോട് അവൾ ഭയങ്കര, അതായത് ആ സ്വഭാവം എല്ലാം മാറ്റി വെച്ചിട്ട് അവന് ദേഷ്യം വരാത്ത രീതിയിൽ പെരുമാറും. എന്താണെന്ന് വെച്ചാൽ ഹൈ വാല്യൂ ആയിട്ടോ അവരെ കാണുന്നത്. നോക്കിയാൽ അതായത് അവരെ ഹൈ വാല്യൂ ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അവനെ വിട്ടുപോയാലോ, ഞാൻ റെസ്പെക്റ്റ് കൊടുത്താൽ അവനെ വിട്ടുപോയാലോ, ഓക്കെ, ഞാൻ അവനെ റിജക്റ്റ് ചെയ്താൽ നോ പറഞ്ഞാൽ വിട്ടുപോയാലോ എന്നുള്ളൊരു ഐഡിയയിലായിരിക്കും അവരുടെ ബിഹേവിയർ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി ഒരാൾ ഹൈ വാല്യൂ ആയിട്ട് കണ്ടാൽ നമ്മുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ വാല്യൂ കൂട്ടാതെ ഒരു കളി നടക്കത്തില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് മിണ്ടി, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ മിണ്ടി കപ്പിൾസ് ആവുന്നവരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പോകുന്നൊരു കുറവായിരിക്കും, എന്നാലും കമ്മിറ്റഡ് ആവുന്ന ആ ഒരു സ്റ്റേജ് വരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഭംഗിയുള്ള പെണ്ണുങ്ങളുടെ പ്രൊഫൈലിൽ ഫോളോ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുക, എത്ര പേരെ തിരിച്ച് ഫോളോ ചെയ്യുന്നു. അവർക്ക് മാച്ചായിട്ട് തോന്നുന്ന അത്ര ഭംഗിയുള്ള, ഓക്കെ, വാല്യൂ ആയിട്ട് തോന്നുന്നവരെ തിരിച്ച് ഫോളോ ചെയ്യത്തുള്ളൂ. ഓക്കെ, എത്ര പേര് അങ്ങോട്ട് ഫോളോ റിക്വസ്റ്റ് ഇടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതേ കാര്യം തന്നെ വെളിയിൽ പോയി റിയൽ അപ്രോച്ച് അതിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. എത്ര പയ്യന്മാർ ഒരു ഗേളിനെ ചെന്ന് മിണ്ടുന്നുണ്ടായിരിക്കും. അതിൽ എത്ര പേർക്ക് മാത്രമായിരിക്കും നമ്പർ കൊടുത്തിട്ടുള്ളത്? വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും. ഒന്നുകിൽ നല്ല എക്സൈറ്റ് ആയിട്ട് നല്ലപോലെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ല ബിഗിനിങ് സ്റ്റേജിൽ അവൻ്റെ ഒരു വാല്യൂ കാണും. ഈ 2 കാരണം കൊണ്ടേ നമ്പർ കൊടുക്കത്തുള്ളൂ. ഓക്കെ, നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കപ്പിൾസ് ആയവരെ നോക്കിയാൽ ആണിന് പെണ്ണ് മാച്ചായിരിക്കും, പെണ്ണിനാണ് മാച്ചായിരിക്കും. ഈ ഒരു ഇതിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മനസ്സിലാവും. 80% ബാക്കി 20% ഇതായിട്ട് വരും. ഒരുപാട് നാൾ മിണ്ടി അങ്ങനെ വരും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ചെന്ന് ഓൺലൈനായിട്ട് മാത്രം വേണ്ടി നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അവർക്ക് നിങ്ങളെ ബെറ്ററായിട്ട് തോന്നണം. നോർമലായിട്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് തോന്നിയാൽ ചെന്ന് മിണ്ടുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളൊരു ഐഡിയ അവർക്ക് കാണും. നിങ്ങൾ സാധാരണ ടോപ്പിക്ക് സംസാരിച്ചാൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. സാധാരണ നിങ്ങൾ സംസാരിക്കുന്നു അതുപോലെ സംസാരിച്ചാൽ നിങ്ങൾ ഒരുപാട് നേരം സംസാരിക്കും. ഓക്കെ, അതുപോലെ അവർ നിങ്ങളെ ഹൈ വാല്യൂ ആയിട്ടാണെന്നുണ്ട് ഇനിഷ്യേറ്റീവ് എഫേർട്ടും എല്ലാം അവർ തന്നെ എടുക്കും. ഓക്കെ, അവർ വേണം നിങ്ങളെ ചേസ് ചെയ്യാൻ വരും. ഓക്കെ, അവർക്ക് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യണമെന്നൊരു ഐഡിയ ആണ്, നിങ്ങൾക്ക് വാല്യൂ ഉണ്ടെങ്കിൽ. മനസ്സിലായോ? അടുത്ത കമൻറ്റ്, പൊസസീവ്നെസ് വിഎസ് ഇൻസെക്യൂരിറ്റി വീഡിയോ ചെയ്യുമോ? ഇത് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണം. ഓക്കെ, അതായത് പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊസസീവ്നെസ് കാണിക്കുമ്പോഴാണ് ഒരു ഗേളുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നത്. മനസ്സിലായോ? ഇപ്പോൾ റിലേഷൻഷിപ്പിൽ, ഓക്കെ, റിലേഷൻഷിപ്പിൽ അല്ലാതാണെങ്കിൽ നിങ്ങൾ ഒരു ഗേൾ തമ്മിൽ നല്ലപോലെ മിണ്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നല്ലപോലെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പൊസസീവ്നെസ് കാണിക്കണം. അത് നിങ്ങളുടെ താല്പര്യം കാണിക്കാനുള്ളൊരു വഴിയാണ്, നിങ്ങളുടെ സ്നേഹം കാണിക്കാനും നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കാനുള്ളൊരു വഴിയാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങളൊരു ഗേളുമായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഗേൾ നിങ്ങളോട് പറയുവാണ്,
എടാ നീ ആ പെണ്ണിനോട് മിണ്ടണ്ട, ആ പെണ്ണിനോട് മിണ്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല, നീ എന്നോട് മിണ്ട് എന്നൊരു പെണ്ണ് പറഞ്ഞാൽ നിങ്ങൾക്ക് അവളെ വീക്കായിട്ട് തോന്നത്തില്ല, അവൾ വിലയില്ലാത്തതായിട്ട് തോന്നത്തില്ല, നിങ്ങൾക്ക് സന്തോഷമാവും. കാരണം നിങ്ങൾക്ക് 100%, 100% ഇഷ്ടമുണ്ട്. അതുകൊണ്ട് കണ്ടോ എൻ്റെ ഗേളിന് എന്നോട് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവും. ഓക്കെ, കാരണം അവൾ പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി ഇൻസെക്യൂരിറ്റി എന്തെന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ഗേളിനോട് ചെറിയ അളവിൽ പൊസസീവ്നെസ് കാണിക്കണം. അതായത് നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള വഴിയാണ്. നിങ്ങളിപ്പം റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് പൊസസീവ്നെസ് കാണിക്കണം. എങ്ങനെ കാണിക്കണമെന്ന് വെച്ചാൽ, അതായത് ഇപ്പം ഒരു ഗേളിനോട് നിങ്ങൾ മിണ്ടിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നല്ല നല്ല ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴ് അവർ പറയുകയാണ്, ഒരു പയ്യൻ എന്നെ നോക്കിക്കൊണ്ട് പോയി, അങ്ങനെ എന്തെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ പറയണം അവനെ നീ നോക്കിയോടി. അപ്പോൾ അവൾ പറയും ഇല്ല നോക്കിയില്ലെന്ന് പറയും. ഓക്കെ, വേറെ പയ്യന്മാരെ നോക്കില്ല കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പറയാമെന്ന് വെച്ചു. അപ്പോൾ അവർ വിചാരിക്കും എന്താണെന്ന് ചോദിക്കുമായിരിക്കും. അപ്പം ഒന്നുമില്ല, നീ വേറെ പയ്യന്മാരെ നോക്കണ്ട, അങ്ങനെ എന്തെങ്കിലും പറയാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കുക. മനസ്സിലായോ? ഇത് തന്നെ ആഫ്റ്റർ ദ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴെന്ത് ചെയ്യാണ്, അപ്പോഴും നിങ്ങൾക്ക് പൊസസീവ്നെസ് വരും. വേറൊരു പയ്യൻ, ഒരു ഓപ്പോസിറ്റ് ജെൻഡർ പയ്യൻ നിങ്ങളുടെ ഗേളിനോട് ഒരുപാട് ക്ലോസ് ആയിട്ട് മിണ്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊസസീവ്നെസ് വരും. ഓക്കെ, നിങ്ങളോട് ക്ലോസ് ആയിട്ട് വേറെ പെണ്ണൊന്നും മിണ്ടിയാൽ അവർക്കും പൊസസീവ്നെസ് വരും. ഓക്കെ, ഇത് ആരായിട്ടിരുന്നാലും വരും. ഇതൊരു പൊസസീവ്നെസ് എന്നൊരു തെറ്റല്ല. അതായത് പൊസസീവ്നെസ് മനുഷ്യർക്കുണ്ട്, റിലേഷൻഷിപ്പിൽ ഉള്ളൊരു കാര്യമാണ്. അത് കടവുള്ള ദൈവമായാലും പൊസസീവ്നെസ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ പറയാം, അതായത് വേറെ പയ്യനോട് മിണ്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയാണ്, ഇടിയടി നീ ആ പയ്യനോട് മിണ്ടണ്ട, നീ എൻ്റെ മാത്രം എന്നോട് ക്ലോസ് ആയിട്ട് ഇരുന്നാൽ മതി, വേറെ പയ്യന്മാരോട് ക്ലോസ് ആയിട്ട് മിണ്ടല്ലേ, നീ എൻ്റെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് സംസാരിക്കുമെന്ന് വെച്ചോ. കുറച്ച് റൊമാൻറ്റിക് ആയിട്ടോ ഫണ്ണി ആയിട്ടോ നിങ്ങൾ സംസാരിക്കുമെന്ന് വെച്ചോ. ഇങ്ങനെ നിങ്ങൾ പൊസസീവ്നെസ് കാണിക്കണം. ഓക്കെ, ചിലപ്പം ഇപ്പം എക്സാമ്പിളിന് ഏതെങ്കിലും ഒരു പയ്യൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റോറി ഇടുവാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ തമാശയ്ക്ക് പറയാമെന്ന് വെച്ചോ, ആരാ പയ്യെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇതെൻ്റെ ഫ്രണ്ട് പയ്യനാണ്. അപ്പോൾ പറയും, അപ്പോൾ നിങ്ങൾ പറയണം, ഞാൻ വിചാരിച്ച എൻ്റെ വില്ലനായിരിക്കുമെന്ന്, അങ്ങനെ എന്തെങ്കിലും പറയാമെന്ന് വെച്ചോ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു നിങ്ങളുടെ ലവറാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അവളുടെ കസിൻ വന്നെന്ന് പറയാം. അപ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കുക എപ്പോൾ വന്ന്, എന്നിട്ട് നീ അവനോട് മിണ്ടിയോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുക. അല്ലെങ്കിൽ അപ്പം എക്സ് അവൾക്ക് മെസ്സേജ് ആയിട്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ചോദിക്കും നീ അവനോട് മിണ്ടിയോ. അപ്പോൾ അവൾ പറയും ഇല്ലെന്ന് പറയാം. ഓക്കെ, മിണ്ടിയാൽ നിന്നെ ഞാൻ കൊല്ലും, അങ്ങനെ എന്തെങ്കിലും പറയാമെന്ന് വെച്ചോ. ഇതെല്ലാം നിങ്ങൾ പൊസസീവ്നെസ് കാണിക്കുന്നത്. ഇൻസെക്യൂരിറ്റി എന്തോന്ന് വെച്ചാൽ അതാണ് ജലസി. ഓക്കെ, ജലസിയാണ് ഇൻസെക്യൂരിറ്റി. അതായത് പൊസസീവ്നെസ് വേറെ, ജലസി വേറെ. ഇത് രണ്ട് കാര്യം. ഈ ജലസി വരുന്നത് ഇൻസെക്യൂരിറ്റി എന്നാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മളെ വിട്ട് പോകുന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു പയ്യൻ വന്ന് സമയം ചോദിച്ചാൽ തന്നെ നമ്മൾ ഇൻസെക്യൂരിറ്റി ആയിക്കൊണ്ടിരിക്കും. നീ എന്തിനാ പയ്യനോട് വേണ്ടിയാൽ മിണ്ടണ്ട, എക്സിനോട് മിണ്ടലായിട്ട് നീ ബെസ്റ്റിയോട് മിണ്ടലെന്ന് പറഞ്ഞിട്ട് ആളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി? അതായത് വേറെ ആരോടും മിണ്ടലെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ല, ഇപ്പോൾ എക്സാമ്പിളിന് എക്സ് മിണ്ടുന്നുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ചെന്ന് ചോദിക്കുകയാണ്, ഇന്ന് എക്സ് മിണ്ടാൻ വന്നോ, എത്ര നേരം മിണ്ടി, എന്തൊക്കെയാണ് മിണ്ടി. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് നിങ്ങളിങ്ങനെ പറയാണ് അവരോട് മിണ്ടല്ല എന്ന് പറഞ്ഞാൽ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ടൂ മച്ചായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവർ ചിന്തിക്കുന്നത് എന്തോന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾ എക്സിനെ പേടിക്കുന്നത്, ബെസ്റ്റിയെ പേടിക്കുന്നത്, വേറെ പയ്യൻ വന്ന് മിണ്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് പേടിക്കുന്നു. ഇങ്ങനെ ബിഹേവ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിലും അവൾ അത് തന്നെ മിറർ ചെയ്യാൻ തുടങ്ങും. ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, 3 ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു വീഡിയോ പറഞ്ഞല്ലോ. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതേ കാര്യം തന്നെ നിങ്ങൾ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ വാല്യൂ മാറും. നിങ്ങളിപ്പം ലോ അല്ല കേട്ടോ ബിഹേവ് ചെയ്യുന്നത്. അതായത് അവനാണ് എന്നെക്കാളും ബെറ്റർ, ഓക്കെ, നിന്നെ അവൻ അടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ നീ അവനെ ഇഷ്ടപ്പെടും. ഓക്കെ, ഞാൻ ബെറ്റർ അല്ല, നിൻ്റെ എക്സ് ആണ് ബെറ്റർ, അല്ലെങ്കിൽ ഞാൻ ബെറ്റർ അല്ല, നിൻ്റെ ബെസ്റ്റിയാണ് ബെറ്റർ, ഞാൻ ബെറ്റർ അല്ല, നിൻ്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ എന്തിനാണ് എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇവൻ ലോ വാല്യൂ, അതായത് ഇവനേക്കാളും ബെസ്റ്റ് അവനാണെന്നാണ് ഇവന് ചിന്ത. അപ്പോൾ ഇവന് എൻ്റെ ബെസ്റ്റ് പേടിയാണ്, ഇവന് എൻ്റെ എക്സിനെ പേടിയാണ്. ഓക്കെ, അപ്പോൾ ആരാ പേടിക്കുന്നത്? ബെസ്റ്റായിട്ടുള്ള ആളിനെ ലോ ആയിട്ടുള്ള ആളാണ് പേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാണ്, നിങ്ങൾ തന്നെ ലോ ആണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, ഞാനാ ബെസ്റ്റ്, നീ പോന്നേ പോയിക്കോ, എന്നാൽ നീ അവൻ്റെ കൂടെ പോയിക്കോ. അതായത് നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ, നിങ്ങളിപ്പോൾ ഒരാളിനോട് ക്ലോസ് ആയിട്ട് മിണ്ടുന്നുണ്ടെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പറയുവാണ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് മിണ്ടല്ലേ എനിക്കിഷ്ടമല്ല. 2-3 തവണ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പറയാം ശരി നീ പോയിക്കോ, അതിൻ്റെ കൂടെ പോയിക്കോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ
ഞാനാണ് ബെസ്റ്റ്, എന്നിട്ട് നിങ്ങൾക്ക് വേറെ ആളുടെ കൂടെ പോകണമെങ്കിൽ പോയിക്കോ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ കാണിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ നിങ്ങളാണ് ബെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കും. നിങ്ങളിപ്പോൾ കാണിക്കുന്നത് പോലെ പോലെ പോലെ, അതല്ലേ ശ്രീനിവാസൻ്റെ സിനിമ പറയല്ല, അയ്യോ അച്ഛ പോലെ, അയ്യോ അച്ഛ പോലെ, അതുപോലെ പോലെ 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 എന്ന് പറയുമ്പോൾ തന്നെ അവർ പോകും. കാരണം അവർ ചിന്തിക്കുന്നത് എന്തിനാണ് ഇവൻ ഇങ്ങനെ പേടിക്കുന്നത്, അപ്പോൾ ഇവൻ ബെസ്റ്റ് അല്ല, അവനാണ് ബെസ്റ്റ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചിലപ്പോൾ ജസ്റ്റ് അവരൊന്നും മിണ്ടിയതായിരിക്കും, നിങ്ങൾ ഇൻസെക്യൂരിറ്റി കാരണം ഇത്രയും ഉണ്ടാക്കി. ഓക്കെ, അല്ലെങ്കിൽ റിയലായിട്ട് തന്നെ അവർ ക്ലോസ് ആയിട്ട് മിണ്ടി നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 ഓപ്പണായിട്ട് പറയണം, ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, നീ വേണമെങ്കിൽ മിണ്ടിക്കോ, പക്ഷേ ഇപ്പോൾ ക്ലോസ് ആയിട്ട് ലവറിനെ പോലൊന്നും മിണ്ടേണ്ട കാര്യമില്ല. അങ്ങനെ 5-6 തവണ പറഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടും കേട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലാസ്റ്റായിട്ട് ഒരു ഡിസിഷൻ പറയാം, ഇങ്ങനെയാണെന്ന് പറ്റത്തില്ല, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ശരി, നീ പോകുന്നെങ്കിൽ പോയിക്കോ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നില്ല്, ആരെങ്കിലും ഒരാളോട് മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചോയ്സ് ഉള്ള ഒരാളായിട്ട് നിങ്ങളാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഞാനാണ് ബെസ്റ്റ്. ഇപ്പോൾ എൻ്റെ ഗേള് ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ശരി നീ അവനെ പോയി കെട്ടിക്കുമെന്ന് പറയും, മനസ്സിലായോ? എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് ഇഷ്ടമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, എന്നിട്ടും ഇയാൾക്ക് വേറെ ആളെ വേണമെങ്കിൽ ശരി നീ അവരോട് പോയിക്കോ എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അടുത്ത ആളിനെ നോക്കി പോകണം. ഓക്കെ, അങ്ങനെ പെരുമാറിയാലേ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെരുമാറാൻ മടിയായിരിക്കും അവർ പോയാലോന്ന് വെച്ചാൽ, എന്നാലും നിങ്ങൾ ഇങ്ങനെ പെരുമാറിയാലേ അവർക്ക് നിങ്ങളൊരു വാല്യൂ ആയിട്ട് തോന്നുള്ളൂ. നേരെ തിരിച്ച് പെരുമാറിയാൽ മര്യാദയ്ക്ക് ഇരുന്ന ഒരുത്തനെ പിടിച്ച് നിങ്ങൾ ഹൈ വാല്യൂ ആക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരായി, നിങ്ങൾ ലോ വാല്യൂ, മര്യാദയ്ക്ക് നടന്നവൻ അവനെ പിടിച്ച് നിങ്ങൾ ഹൈ വാല്യൂ ആക്കി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലേ, ചുമ്മാതിരുന്നവനെ ചുരണ്ടി സൂപ്പർ ഹീറോ ആക്കി, അതേപോലെ തന്നെ ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക്. ബ്രോ, ഞാനൊരു ഗേളിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവളെ പ്രപ്പോസ് ചെയ്യാൻ ടിപ്പ് പറഞ്ഞതാണ്. ഇതിനെക്കുറിച്ച് ഒറ്റ കാര്യം പറയുള്ളൂ, അതായത് നിങ്ങൾ അവർക്ക് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു കളി നടക്കത്തില്ല. ഇപ്പോൾ ഗേളിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഫ്രണ്ട് സോണിലുള്ളതാണോ, പരിചയത്തിൽ മിണ്ടിക്കൊണ്ടിരിക്കുന്നതാണോ, അതിന് ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാറുള്ളതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ വഴി മാത്രം മിണ്ടുന്നതാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിലുള്ളതായിരിക്കും, നേരിട്ട് കണ്ട് മിണ്ടി കാണത്തില്ല, പക്ഷേ നാട്ടിലുള്ളതാണെന്ന് രണ്ടുപേർക്കും അറിയായിരിക്കും. രണ്ടുപേരും ഓൺലൈനായിട്ട് മിണ്ടുന്നുണ്ടായിരിക്കും, നാട്ടിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ രണ്ടുപേരും നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ അവരിൽ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാതെ ചെന്ന് പ്രപ്പോസ് ചെയ്യൽ, അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഐഡിയ കണ്ടുപിടിക്കും, മനസ്സിലായി? ഇപ്പോൾ ഇതുവരെ മിണ്ടിയിട്ടില്ലെങ്കിൽ 2 സ്റ്റെപ്പാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് പോയി അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്രോച്ച് ചെയ്ത് കംഫർട്ടബിൾ ആക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് അവർക്ക് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പയ്യൻ, ഓക്കെ, അതായത് ഒരു പയ്യൻ ഫിസിക്കലി ബെസ്റ്റാണ്, അതുപോലെ മെൻ്റലി അവൻ ബെസ്റ്റാണ്, കരിയർ വൈസിൽ അവൻ ബെസ്റ്റാണ്. ഈ 3ലും ബെസ്റ്റായിട്ടുള്ളവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവനായിരിക്കും ഗേളിനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് 3 ഇല്ലാത്തവർക്കും കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇത് 3 ഉള്ള ഒരാളാണെങ്കിൽ അവനാണ് ചൂസ് ചെയ്യുന്നത് ആരെ വേണമെന്ന്. അവൻ്റെ പുറകെ ഒരു 10 പേര് കാണും. ഓക്കെ, അവൻ ചെന്ന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്താൽ 10 പേരെ അപ്രോച്ച് ചെയ്താൽ അത് 7 പേര് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ആ 7 പേർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അവനോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും, തിരിച്ച് മിണ്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവനാണ് ചൂസ് ചെയ്യുന്നത് ഇത് ഏതിനെ വേണമെന്ന്, മനസ്സിലായോ? അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും തോന്നുന്നു, നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടോ നോക്ക്, മനസ്സിലായി? ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. അതല്ല, ഓൾറെഡി നിങ്ങളൊരു നോർമലാണ്, അതായത് അവരെ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏകദേശം നോർമലാണെങ്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുക. ഓക്കെ, അതായത് നിങ്ങളിപ്പം പ്രപ്പോസ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് തോന്നിയാലേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതല്ല നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കേണ്ട, ഡയറക്റ്റായിട്ട് പ്രപ്പോസ് ചെയ്യുമെന്ന് ചിന്തിക്കല്. അപ്പോഴും നിങ്ങൾ ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് തോന്നണം. ഫസ്റ്റ് നിങ്ങൾ എന്താണ് ഇൻട്രസ്റ്റ് കാണിക്കുക. ഓക്കെ, ഇൻട്രസ്റ്റ് കാണിക്കുന്നതിനെക്കുറിച്ച് ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞൊരു വീഡിയോ മുമ്പ് ചെയ്തതാണ്, വേണം ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റിൽ പിൻ ചെയ്യാം. ഓക്കെ, അത് കയറി കണ്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത കമൻറ്റ്, ബ്രോ നമ്മുടെ ക്യാരക്ടർ മാറ്റാൻ പറ്റും. മാറ്റാൻ പറ്റും, നമ്മുടെ ക്യാരക്ടർ മാറ്റാൻ പറ്റും, പക്ഷേ നമ്മുടെ കോറ് മാറ്റാൻ പറ്റത്തില്ല. കോറെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അടിസ്ഥാനമായിട്ട് ഒരിത് കാണും, അതായത് നമ്മുടെ എല്ലാ ബിഹേവിയറിലുള്ളൊരു ക്യാരക്ടറാണ്. ഓക്കെ, അത് മാറ്റുന്ന പാടായിരിക്കും, അത് ചിലത് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, കോറ് മാറ്റാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ ഫുട്ബോള് ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി, ഓക്കെ, അപ്പോൾ അവർക്ക് ഫുട്ബോളാണ് ഇഷ്ടം, അവരെ പിടിച്ച് നിങ്ങൾ സമ്മതിച്ചതാകണം, പാചകം ചെയ്താൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, മനസ്സിലായോ? അപ്പോൾ അതുപോലെ ഇരിക്കും, അതായത് കോറ് മാറ്റാൻ പറ്റത്തില്ല, ബാക്കി ഒട്ടുമിക്ക ക്യാരക്ടർ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ഇപ്പം എങ്ങനെയാണ് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ല. ഓക്കെ, ഒരു 21 ദിവസം, ഒരു 66 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡിസിപ്ലിൻ എന്നുള്ളൊരു കാര്യത്തിൽ മനഃപൂർവ്വം നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ ഡിസിപ്ലിനായിട്ട് ചെയ്യണം. ചെറിയ കാര്യങ്ങളായാലും ചെയ്താൽ മതി. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഡിസിപ്ലിൻ ഒന്നും ഇല്ലെന്ന് വെച്ചാൽ വർക്ക് ചെയ്യാനും ഡിസിപ്ലിൻ ഇല്ല, ഒന്നിനും ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ ചെറിയ കാര്യങ്ങൾ തുടങ്ങിയത്, ഒരു ബുക്ക് എടുത്തിട്ട് ഡിസിപ്ലിൻ എന്ന് എഴുതിയിട്ട് 1, 2, 3, 4 അങ്ങനെ ഒരു 50 വരെ എഴുതിയിട്ട്
എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഡിസിപ്ലിൻ ചെയ്തിട്ട് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഞാൻ പഠിപ്പിക്കണം. ഞാൻ ഡിസിപ്ലിനാണെന്ന് ആക്ഷനിലൂടെ ഞാൻ പഠിപ്പിക്കണം. ഞാൻ എന്ത് ചെയ്യും, കഴിക്കുന്ന പാത്രങ്ങൾ കൃത്യമായിട്ട് കഴുകി വെക്കും. കഴുകി വെക്കാൻ എനിക്ക് മടിയായിരിക്കും. അതുപോലെ ഇപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഉടനെ തന്നെ ഡ്രസ്സ് കഴുകി ഇടത്തില്ലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ കുളിക്കാനൊരു ചിട്ട കാണത്തില്ല, എപ്പോഴെങ്കിലും കുളിച്ചാൽ മതി. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ പല്ല് തേക്കത്തില്ല. ഒരു 10 മണിക്കൊക്കെ, അതായത് കാപ്പി കുടിക്കുന്നതിന് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് മുമ്പായിരിക്കും കഴിക്കുന്നത്. ഓക്കെ, പല്ല് തേക്കുന്നത്. ഓക്കെ, അപ്പോഴേ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന് മാറ്റം വരുത്തേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ചിട്ട പോലെ കൊണ്ടുവരാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യാണ്, ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അത് ചെയ്യണം. ഓരോ തവണ ചെയ്യുമ്പോഴും ഞാൻ ടിക്ക് ഇടും. 1, 2, 3, 4 അങ്ങനെ ടിക്ക് ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ ചെരുപ്പ് കഴുകത്തില്ലായിരിക്കും. ഇന്നുപോലെ എന്ത് ഞാൻ എല്ലാ ദിവസവും ചെരുപ്പ് കഴുകും, കുളിക്കുമ്പോൾ ചെരുപ്പും കഴുകും. എന്ത് ചെയ്യും, അങ്ങനെ ഓരോന്നും. അതായത് ഞാൻ തന്നെ എനിക്കില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ തന്നെ എന്നെ കൺട്രോൾ ചെയ്ത്, ഞാൻ തന്നെ എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുന്ന പോലെ ഞാൻ തന്നെ എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുമ്പോഴെല്ലാം ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് പോകും. അങ്ങനെ എന്ത് ചെയ്യും, അങ്ങനെ ഡിസിപ്ലിനായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ. ഓക്കെ, അപ്പോഴെന്തൊരു അതുപോലുള്ള ക്യാരക്ടർ മാറി കിട്ടും. ഇതുപോലെ എന്തിലാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നിങ്ങൾക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്, നിങ്ങളിപ്പോൾ സിഗരറ്റ് വലിക്കുമെന്ന് വെച്ചോ, സിഗരറ്റ് വലി ഒറ്റ ദിവസം കൊണ്ട് മാറത്തില്ല. എങ്ങനെ മാറുമെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിൽ പൈസയും സമയവും നിങ്ങളുടെ എനർജിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതായിരിക്കും, അതിൻ്റെ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ സിഗരറ്റ് വലിക്കുന്നെങ്കിൽ ഒരു ദിവസം ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്, അല്ലെങ്കിൽ 10 രൂപയായാലും നിങ്ങൾ ചിലവാക്കുന്നത്. സിഗരറ്റ് വലിക്കാൻ ഒരു 5 മിനിറ്റെങ്കിലും വേണം. ഓക്കെ, അത് പിന്നെ നിങ്ങളുടെ എനർജി ചിലവാക്കും. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും നിന്ന് വലിക്കും. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ അതിന് വേണ്ടി സമയം മാറ്റി വയ്ക്കുന്നു പുറത്തിറങ്ങുമ്പോഴൊക്കെ. അപ്പോൾ നിങ്ങൾ വീണ്ടും അതിനുവേണ്ടി, സിഗരറ്റിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും നിങ്ങളെ തന്നെ, നിങ്ങളുടെ സമയം, മണി, എനർജി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രയോറിറ്റി ലിസ്റ്റ് അതെടുത്ത് താഴെ കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി മുതൽ സിഗരറ്റിന് ടൈം, എനർജി, മണി ഇതൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കുറയ്ക്കണം. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കണം. 10 എണ്ണം വലിക്കുന്നെങ്കിൽ 9 എണ്ണം വലിക്കണം, 8 എണ്ണം വലിക്കണം. അതുപോലെ എന്ത് ചെയ്യും, നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കണം, സമയം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കും തോറും നമ്മുടെ മൈൻഡിന് ആ പ്രയോറിറ്റി മാറി കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് ഒരുപാട് സമയം ചിലവഴിക്കുന്ന ഗോളിന് വേണ്ടി കുറച്ചേ ഉള്ളെങ്കിൽ 50-50 അപ്പോൾ എന്ത് ചെയ്യും, അതിനോടുള്ള ഇൻവെസ്റ്റ് നിങ്ങൾ കുറച്ചാലേ ആ ക്യാരക്ടറിൽ നിങ്ങൾക്ക് വിട്ട് വെളി വരാൻ പറ്റും. ഓക്കെ, മനസ്സിലായി? അപ്പോൾ ക്യാരക്ടർ മാറ്റാൻ പറ്റും, പക്ഷേ ഒരു കോറായിട്ടുള്ള ഒരു ക്യാരക്ടർ കാണും, അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ബാക്കിയെല്ലാം ചേഞ്ച് ആവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണോ ഡൗട്ടുള്ളത് കമൻറ്റ് ചെയ്യുക. സച്ച് മൂവിയുടെ അത് വരുന്നുണ്ട്. അതുപോലെ 1 മണിക്കൂറൊക്കെ ഉള്ളൊരു വീഡിയോ ആഴ്ചയിൽ ഒരിക്കലിടാം. ബാക്കി ഒരു 3 വീഡിയോ അല്ലാതെ ഇടാം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ കമൻറ്റ് റിപ്ലൈ ആയിട്ട് വീഡിയോ ഇടുമെന്ന്. അപ്പോൾ കമൻറ്റ് ചെയ്യ്. എനിക്ക് സമയങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, നോയ്സ് ആയിരിക്കും, ഒട്ടും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത പോലെ സൗണ്ട് ആയിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യ്. അപ്പം ഇതുപോലുള്ള ചെറിയ 6 മിനിറ്റ്, 7 മിനിറ്റ്, 10 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോകൾ ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഹാപ്പി ന്യൂ ഇയർ.